ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു വ്ളോഗ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ചൊവ്വാഴ്ചയായി, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മോനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ സൺഡേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇന്നിപ്പോൾ സൺഡേ 4 മണിയായി, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഫുഡ് മാത്രം ഉണ്ടാക്കി. ഞാൻ ആദ്യം ഒരു ചായയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം, സൺഡേ അല്ലേ. കഴിഞ്ഞ ഒരാഴ്ച ഫുൾ എൻ്റെ മോന് സ്കൂള് ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ നാളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ആകെ തിരക്കാവും. പിന്നെ ഒരാഴ്ച ഹോളിഡേ എന്ന് പറയുമ്പോൾ ഫുള്ള് മടിയായിരിക്കും, നമുക്ക് എല്ലാം കറക്റ്റ് സമയത്തൊന്നും ചെയ്യുമൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, അതെല്ലാം ചെയ്തു തീർക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു ചായ കുടിക്കട്ടെ, അതിന് ശേഷം പണിയൊക്കെ ചെയ്തു തുടങ്ങാം. ഞങ്ങൾ വീട്ടിൽ സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കാറില്ല ചായയുടെ കൂടെ. എനിക്ക് പക്ഷേ അവലോസ് പൊടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചായയും അവലോസ് പൊടിയും നല്ല മധുരത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. കട്ടൻ ചായ ആയാലും നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്താൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഞാനിനി സിങ്ക് കഴുകാൻ പോവാണ്. സിങ്ക് ഇതുപോലെ വിനീഗറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടാണ് കഴുകുന്നത്. ഇതുപോലെ ബേക്കിംഗ് സോഡയും വിനീഗറും ചേർത്തിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ കഴുകിയിട്ട് കഴിഞ്ഞാൽ സിങ്ക് നല്ല തിളങ്ങി ക്ലീൻ ആയിട്ട് കിടക്കും. വിനീഗർ ഒഴിച്ചു, അതിനുശേഷം ബേക്കിംഗ് സോഡ ഇട്ടു. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്പോഞ്ച് വെച്ച് നന്നായിട്ട് കഴുകിയാൽ മതി. ഈ സിങ്ക് കഴുകുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സിങ്ക് കഴുകാനായിട്ട് സ്പോഞ്ചേ ഉപയോഗിക്കാറുള്ളൂ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാറില്ല. നമ്മൾ നന്നായിട്ട് തേച്ച് കഴിയുമ്പം അതിനകത്ത് പോറൽ വീഴും. ആ പോറുന്ന സ്ഥലത്ത് കൂടുതൽ ചെളി കയറി ഇരുന്നിട്ട് പെട്ടെന്ന് വീണ്ടും സിങ്ക് ഇങ്ങനെ അഴുക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ നല്ലൊരു സ്പോഞ്ച് തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച് അല്ലാതെ വേറെ ഒരെണ്ണം ഇതിനായിട്ട് മാത്രം മാറ്റി വെക്കണം. പിന്നെ ഈ ടൈലിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ വെള്ളം വീഴുന്ന പൈപ്പിൻ്റെ അതുണ്ടല്ലോ, അവിടെയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ കണ്ടോ നല്ല തിളങ്ങി കിടപ്പുണ്ട്. ഇപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിന് ഞാൻ എല്ലാ ദിവസവും രാത്രി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പാത്രം കഴുകുന്ന സോപ്പ് വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ ഇതുപോലെ 1-2 ആഴ്ച കൂടുമ്പോഴാണ് വിനീഗറും സോഡയും ചേർത്തിട്ട് കഴുകുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 1 മാസത്തോളമായി. നല്ലതായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ആദ്യം അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചങ്ങ് തുടച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ചും പാത്രം കഴുകുന്ന സോപ്പും വെച്ച് ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അഴുക്കുണ്ടെങ്കിൽ ഈ ട്രേ എല്ലാം എടുത്ത് സിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കഴുകിയാലും മതി. ചെറിയ ചൂട് വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ സോപ്പ് വെച്ച് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതായിട്ട് ഇത് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് നല്ല ക്ലീനായി. ഇനി ഇതിനകത്തേക്ക് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാം. ഞാനിത് ഇതുപോലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ബട്ടർ, ചീസ്, അതുപോലെ പനീർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതൊക്കെ നമുക്ക് രാവിലെ ചിലപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ചീസ് അതുപോലെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനും, ബട്ടർ ആയാലും ബ്രെഡിൽ എന്തെങ്കിലും ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിൽ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് എടുക്കാൻ. എവിടെയാണ് ഇരിക്കുന്നതെന്ന് തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ട്രേ കുറച്ച് വെജിറ്റബിൾസ് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. താഴെ വെജിറ്റബിൾ ട്രേയിൽ നമ്മൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നിറഞ്ഞു പോകും. അത് വലിയ വെജിറ്റബിൾസൊക്കെ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കലി ഒക്കെ വെക്കാനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അവക്കാഡോ, ചെറുനാരങ്ങ, ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കും.
ഒരറ്റത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും, അധികം സ്ഥലം പോത്തൂല. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകളിലത്തെ 2 തട്ടിലാണ് ഞാൻ ബാക്കി വരുന്ന ആഹാര സാധനങ്ങൾ, അതുപോലെ പാല്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. അത് പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങൾ. കാരണം ഏറ്റവും മുകളിലത്തെ 2 തട്ടിലാണ് നന്നായിട്ട് തണുപ്പ് കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് വെക്കാറുള്ളത്. തക്കാളി ഞാൻ നേരത്തെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കില്ല, പുറത്തായിരുന്നു വെച്ചിരുന്നത്. കാരണം ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് തക്കാളി പുറത്ത് വെക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ ഞാനങ്ങനെ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് കേടായി പോകാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കുരുട്ടീച്ച പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചത്. ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുന്നത്. കാരണം ഒത്തിരി തണുപ്പ് ആവശ്യമില്ല. ഇതുപോലെ തുറന്ന് വെച്ചാൽ മതി, കേടായി പോകാതിരിക്കും. അപ്പോൾ ഫ്രിഡ്ജ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്, എല്ലാം നന്നായി അടുക്കി വെച്ചു. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നല്ല എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ സമയം പോകും. കുട്ടികൾക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കാനായാലും പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ 1 മാസത്തോളം ഇത് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ വലിയൊരു പണിയാണ് ഇന്ന് തീർന്നത്. ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം കേട്ടോ ഈ തുണി മടക്കി വയ്ക്കാൻ. അലക്കുന്നത് വാഷിംഗ് മെഷീനിലായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് എപ്പോഴും നിറയെ തുണി ഉണ്ടാവുകയും ചെയ്യും, അലക്കാനും മടക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പത്തിനും ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാനായിട്ട് കുറച്ച് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ദിവസത്തേക്കുള്ള മാവ് വരും ഇത്. രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ മാറിയല്ലേ എടുക്കുന്നത്. ഇങ്ങനെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഇടയ്ക്ക് നമുക്ക് സമയമില്ലാതെ വരുമ്പം ഡിന്നറും ഉണ്ടാക്കാറുണ്ട്. ഒരു ചട്നിയോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് ആവും. അപ്പോൾ ഞാനിപ്പോൾ ദോശമാവാണ് ഉണ്ടാക്കുന്നത്. ഇത് ദോശമാവല്ല കേട്ടോ, ഇഡ്ഡലി മാവാണ്. ഇഡ്ഡലിയുടെ പരുവത്തിനാണ് അരയ്ക്കുന്നത്. ആദ്യത്തെ 2 ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും. പിന്നെ ബാക്കി വരുന്ന മാവ് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്പത്തിനുള്ള അരി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് കുറച്ച് നാളായിട്ട് അപ്പം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ കുറവാണ്. അരിപ്പൊടിയുള്ള വെച്ചുള്ള അപ്പത്തിന് തേങ്ങ വേണം. അപ്പോൾ ഇത് അരി അരച്ചാകുമ്പം അവല് ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കാം. ഈ അവല് ചേർത്തിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അനൂസ് കിച്ചൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി. അപ്പോൾ അപ്പത്തിൻ്റെ മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ വെള്ളിയാഴ്ച കുറച്ച് ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഞാൻ ഒരല്പം എടുത്തു വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഒരു 4 ഇഡ്ഡലി ഉണ്ടാക്കുവാണ്. അപ്പോൾ എൻ്റെ മോന് നാളെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ഇഡ്ഡലി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഇതുപോലെ വൈകിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കും. അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും. അടുത്ത ദിവസം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ചേർത്ത് റെഡിയാക്കിയാൽ മതി. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ നിന്നാൽ കുറച്ച് സമയം എടുക്കും. ഞാൻ രാവിലെ ഒത്തിരി നേരത്തെ എഴുന്നേക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് നേരത്തെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ചൂട് മാറിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചൂടോടുകൂടി നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഡിന്നർ ഉണ്ടാക്കുവാണ്. മോൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കുകയാണ്. കഞ്ഞിയിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഞാൻ ഇടാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നന്നായിട്ട് വേവിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 വിസിൽ കേൾപ്പിക്കും. മോന് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെജിറ്റബിൾസ് ചേർക്കുവാണ്. ക്യാരറ്റും ക്യാബേജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബീൻസ് കൊണ്ട് ചേർത്താലും നല്ലതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒരു മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഈ ഫ്രൈഡ് റൈസ് ഞാൻ ഇതുപോലെ ഡിന്നറിനും അതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ലഞ്ചിനും ഒക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സോസ് ചേർക്കാറില്ല. വല്ലപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ സോസ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ മോനുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വൈകിട്ട് ഉണ്ടാക്കി വെച്ച ഇഡ്ഡലിയാണ്. അതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഉപ്പുമാവിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസും ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞാണ് വെക്കുന്നത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് അങ്ങനെ ഏത് വേണേലും ചേർക്കാം. ഇതുപോലെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. മിക്കവാറും കുട്ടികളുടെ സ്കൂൾ ബസ് എല്ലാം നേരത്തെ ആയിരിക്കുമല്ലോ വരുന്നത്. ഇവിടെ 7 മണിക്കാണ് സ്കൂൾ ബസ് വരുന്നത്.
അപ്പോൾ ഇതെല്ലാം രാവിലെ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ബൗളിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മോന് ഡിന്നർ കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഡിന്നർ കഴിഞ്ഞു, പാത്രങ്ങൾ കഴുകി വെച്ചു. ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഞാൻ ഈ സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസോളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് സ്പോഞ്ച് വെച്ച് ഇങ്ങനെ കഴുകി തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി, കണ്ടോ 11:45 ഇപ്പോൾ തന്നെ. പക്ഷെ സൺഡേ രാത്രി നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ആകപ്പാടൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കിച്ചൺ കാണുമ്പോൾ. മൺഡേ ഒരുവിധം എല്ലാവരും മടി പിടിച്ചായിരിക്കും എഴുന്നേറ്റ് വരുന്നത്, 2 ദിവസം അവധിയൊക്കെ കഴിഞ്ഞിട്ട്. എനിക്കിപ്പോൾ ഒരാഴ്ച ഫുൾ അവധിയായിരുന്നു, അപ്പോൾ അതിൻ്റെതായ മടിയുണ്ട് രാവിലെ എഴുന്നേക്കാൻ. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് കിടന്നില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.